ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഷഹന അജ്മൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ അങ്ങനെയാണ് പോയത്. ഞാനിപ്പോൾ ഇതിൽ ആതിരപ്പള്ളി വരെ എത്തുന്നതാണ് കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ മക്കളെ ഒരുങ്ങി ഞാൻ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇക്ക തൊടുപുഴയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ പോകും. അങ്ങനെ അവർ വന്നിട്ടുണ്ട്. ഇക്കയുടെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. നമ്മൾ കാറിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴയിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ അരമനപ്പടി എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് സെൻട്രൽ മാള്. അങ്ങനെ നമ്മുടെ ഇപ്പം മൂവാറ്റുപുഴ പാലം എത്താറായിട്ടുണ്ട്. നമ്മൾ പാലത്തിലേക്ക് കടക്കുകയാണ്. അപ്പം എന്താണ് നമ്മുടെ പാലം. അങ്ങനെ നമ്മൾ കുറേ ദൂരം അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കീഴിലെന്ന് പറഞ്ഞ സ്ഥലം എത്തിയപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത് ഒരു ചെറിയൊരു കടയിലാണ് നിർത്തിയത്. കണ്ട ഹോട്ടലാണെന്നൊന്നും തോന്നത്തില്ല, എന്നാലും നല്ല ഫുഡാണ് അവിടുത്തെ. എനിക്ക് എപ്പോഴും അവിടെ നിന്ന് കഴിക്കാറുള്ളതാണ്. അപ്പം നമ്മുടെ നാടൻ ഫുഡുകളാണ്. അപ്പം പുട്ടും പയറും പപ്പടവും ഒക്കെയാണ് അവർ വാങ്ങിച്ചത്. ഞാൻ ഇടിയപ്പം കടലക്കറിയൊക്കെയാണ് വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ യാത്ര തുടർന്ന് ഇങ്ങനെ പോകുമ്പം ഇതാണ് കാലടി പാലം. നല്ല രസമാണ് രണ്ട് സൈഡും കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതിലെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്കമാലി എത്തിയിട്ടുണ്ട്. അങ്കമാലിയിലെ ഫേമസ് ഹോസ്പിറ്റലാണ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ. എല്ലാ ട്രീറ്റ്മെൻറ്റും ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അങ്കമാലി കഴിഞ്ഞ് അങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം ആണ് നല്ല രസമാണ് എല്ലായിടവും കാണാൻ. അപ്പോൾ ഇതാ കാണുന്നതാണ് അപ്പോളോ ഹോസ്പിറ്റൽ. വലിയ ഹോസ്പിറ്റലാണ്. ഇക്ക ഇതിലെ ഓട്ടോ ഒക്കെ വരാറുള്ള, ഇക്ക ആംബുലൻസിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് എല്ലായിടത്തും വരാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ട് സൈഡും കാടായിട്ടുള്ള സ്ഥലത്തോടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. രണ്ട് സൈഡും നിറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പം രണ്ട് സൈഡും മരങ്ങളും തേക്കുകളും അങ്ങനെയൊക്കെയാണ്. പിന്നെ അങ്ങനെ മൂവ് ചെയ്ത് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പം നല്ല ഭംഗിയുള്ള എണ്ണപ്പന രണ്ട് സൈഡുമുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. അങ്ങനെ ചുറ്റും ഏക്കർ കണക്കിന് അങ്ങനെ പടർന്ന് കിടക്കുകയാണ് നമ്മുടെ എണ്ണപ്പനത്തോട്ടം. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ഇടയ്ക്കൂടെ പുഴയുണ്ട്. നമ്മുടെ ഈ അങ്ങനെ നമ്മൾ പോകുന്നത് സിൽവർ സ്റ്റോമിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പം സിൽവർ സ്റ്റോമാണ് ഈ കാണുന്നത്. അങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ അവസാനം ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടി ഇട്ടിട്ട് നമ്മളിനി കയറി നടന്നങ്ങ് പോകണം. പാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും നിറച്ചും കടകളാണ്. അവിടെ ടെഡി ബെയറുകളും മാലകളും വളകളും പിന്നെ പേഴ്സ്, ബാഗ് അങ്ങനെയുള്ള മക്കളെ ഒക്കെയുള്ള ടോയ്സ് കാര്യങ്ങൾ എല്ലാം ഉള്ള കടകൾ. അപ്പുറ സൈഡും ഇതുപോലെ തന്നെ കടകളാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പം പാസ്സൊക്കെ കാണിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നമ്മളങ്ങനെ നടന്ന് പോവുകയാണ്. കുറേ ദൂരം അങ്ങ് നടന്ന് പോകാനുണ്ട്. ഒരു നല്ല ഇങ്ങനെ കല്ലൊക്കെ പതിച്ച ഒരു വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. സൈഡിൽ ഇങ്ങനെ ഈറ്റ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൈവരിയായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ കുറച്ച് ദൂരം അങ്ങ് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് പിന്നെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ആയിട്ടും പിന്നെ അങ്ങനെ പോകുമ്പോൾ അതേ ഒരു തണലായിട്ട് ഉള്ള ടെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുക്കുമ്പോൾ ഇരിക്കാനും. പിന്നെ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ, ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള. അങ്ങനെ നടന്ന് നമ്മൾ അവിടെ എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഏകദേശം പിന്നെ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിരപ്പള്ളിയിലെ വാട്ടർഫോൾ കാണുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് കാണാൻ. അതിൻ്റെ മോൾ ഭാഗമാണ് ഇത്. താഴേക്ക് ചെല്ലുമ്പോഴാണ് വാട്ടർഫോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. ഇതിപ്പോൾ അതിൻ്റെ മോൾ ഭാഗമാണ്. നിറച്ചും ആൾക്കാരാണ്. അവിടെ ആൾക്കാരെല്ലാം വെള്ളത്തിൽ ഇറങ്ങി കാലും കൈയൊക്കെ നനച്ചിങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മളും അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. വാട്ടർഫോളിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അത്രയ്ക്ക് ശക്തമായിട്ടൊന്നുമില്ല. നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല രസമാണ് അത് കാണാൻ. അങ്ങനെ മക്കൾക്ക് വെള്ളത്തിലിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മക്കളുടെ ചെരുപ്പൊക്കെ ഊറ്റിയിട്ട് ഇക്കായും മക്കളും കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇക്ക നനച്ചൊന്നുമില്ല കാലൊന്നും. മക്കൾ പയ്യെ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി കളിച്ച് രസിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് വേണം താഴെ പോയി അതിൻ്റെ വ്യൂ കാണാൻ. ഇവർക്കൊന്നും താഴേക്ക് ഇറങ്ങാൻ മടിയായിരുന്നു, കാരണം ഒത്തിരി ഇറങ്ങാനുണ്ട്. പിന്നെ എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട്
ഞാനങ്ങനെ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന വഴി മുഴുവനും നമ്മൾ ഇറങ്ങിപ്പോകണം. കയറി വരുമ്പോഴാണ് ഫ്രണ്ട്സ് മടുപ്പാകുന്നത്. അങ്ങനെ ഇറങ്ങി കുറേ ദൂരം പോകാനുണ്ട്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് നടക്കാനും താമസമായിരുന്നു. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഫൈനലി. അപ്പോൾ ഇതാ കാണുന്നതാണ് അതിരപ്പള്ളി വാട്ടർഫോൾ താഴെ നിന്നുള്ള വ്യൂ. നമ്മൾ വെള്ളം കുറവായതുകൊണ്ട് അത്ര ഇതൊന്നും തോന്നുന്നില്ല, എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ്. നല്ല രസമുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ വരുന്ന വഴിക്കൊരു കുരങ്ങൻ ഇരുന്ന് ഐസ്ക്രീം തിന്നുന്ന ആരുടെയോ കട്ട് തിന്നതാണ്. അങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് വാഴച്ചാൽ പോകും. അത് നമ്മൾ അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.